ഹായ് ഗൂയിസ്. അയ്യോ എല്ലാം താഴ്പോയി. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. സോറി കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. എന്നൊന്നും അല്ല, വെറും അഭിനയമാണ്, പരമ അഭിനയമാണ്. എന്തായാലും ഞാനൊന്ന് കുറച്ച് ഹെൽത്തിയും ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം. പക്ഷേ എനിക്ക് സൈഡിൽ പാട്ടിട്ട് ഞാൻ ആദ്യം ഡാൻസേ വരുള്ളൂ കേട്ടോ. ഇത് ഏത് ഡാൻസാണ് നിങ്ങളൊന്ന് ഗെസ് ചെയ്ത് നോക്കി. എൻ്റെ കുറേ സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും. എന്താണെങ്കിലും എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അടുത്ത് പറയും, ഞാനിവിടെ ജോലി ചെയ്യാനാണ് വന്നത്, ലൈക്ക് ഞാനിവിടെ കുക്ക് ചെയ്യാനാണ് വന്നത്. പക്ഷേ പാട്ട് കിട്ടി ഞാൻ അറിയാതെ അതിനകത്ത് വീണ് പോകും കേട്ടോ. എന്തായാലും കുറച്ച് ക്യാരറ്റ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. എന്താ ജ്യൂസ് എന്നൊക്കെ പറയാം കേട്ടോ. നല്ല ഓറഞ്ച് കളറിൽ ഇരിക്കുന്നുണ്ടല്ലേ, അടിപൊളിയല്ലേ. ഞാൻ പിന്നെ ഇതുപോലെ ഡാൻസ് കളിക്കാൻ ഇറങ്ങി പോകട്ടെ. എന്തായാലും നന്നായിട്ട് നല്ല ക്യാരറ്റൊക്കെ വാഷ് ചെയ്തിട്ട് നന്നായിട്ടത് പീൽ ചെയ്തൊക്കെ ശരിക്കും പീൽ ചെയ്യാതെ നമുക്കിങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റുന്ന സാധനമുണ്ട്. ചിലരൊക്കെ മറ്റേ ബ്രഷൊക്കെ ഇട്ട് ഉറച്ചെടുക്കുന്നതാണ് കേട്ടോ. അത് ആക്ച്വലി തൊലി അധികം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ എന്തായാലും അത്ര സമയമില്ല. പിന്നെ ഇത് ഓറഞ്ചാണ് കേട്ടോ, നാരങ്ങയല്ല. ഇന്നാളിവിടെ രേഷ്മ നാരങ്ങ പറഞ്ഞിട്ട് ഇതിനടുത്ത് മുറിച്ച് നോക്കിയത് ഓറഞ്ചാണ് മനസ്സിലായിരുന്നു. ഇത് ഓറഞ്ചാണ് കേട്ടോ. ആക്ച്വലി ഇത് ഇവിടെ വലിയ ഓറഞ്ചുകളാണ് കിട്ടുന്നത്. ഇങ്ങനെ തൊലി മുറിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഇതാണ് ശരിക്കും ഓറഞ്ച്. നമ്മൾ നാട്ടിൽ കിട്ടുന്നില്ലേ ഇപ്പോൾ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുന്നത്, അതിനൊക്കെ ഇവിടെ മാൻഡറിൻ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇത് ഓറഞ്ച് ഇവിടെ ഉള്ളത് മുസാമ്പി പോലെ ഇരിക്കും കേട്ടോ. നമ്മളിങ്ങനെ തൊലി അരിഞ്ഞെടുക്കണം. പക്ഷേ ഇത് പുളിയായിരുന്നു കേട്ടോ. ആക്ച്വലി എന്താ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പുളിയായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര കൊതിയുള്ള സാധനമാണ് ആക്ച്വലി ഓറഞ്ച്. നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ അധികം ജ്യൂസ് ചെയ്ത് കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ കോമ്പൗണ്ടൊക്കെ മാറിയിട്ട് അത് ഷുഗറായിട്ട് തന്നെ മാറുന്നതാണ് കേട്ടോ പറയുന്നത്. എൻ്റെ ഞാനൊന്ന് തുമ്മി. പിന്നെ ഇപ്പോൾ കണ്ടായിരുന്നു കേട്ടോ ലെമൺ, മഞ്ഞ കളർ ഇരിക്കണേ ലെമണും പച്ച കളർ ഇരിക്കണേ ലൈമും എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇഞ്ചി ഇട്ടു. ഇതെല്ലാം ഇട്ടാണ് ഞാനൊന്ന് നമ്മുടെ സുജാതയുടെ മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ് കേട്ടോ. കിടിലമായിട്ട് അത് അടിച്ചെടുക്കാം. നന്നായിട്ട് ജ്യൂസാക്കി അത്ര നല്ലത്. കുറേ വെള്ളം ഒഴിച്ചോ. ഞാനാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കാൻ ഓർത്തിട്ട് കുടിക്കാൻ നിർത്തിയില്ല കേട്ടോ. സംഭവം നമ്മുടെ ഇതിൽ നിന്ന് ഇറങ്ങി വരില്ല. ഞാൻ ജഗ്ഗിലാണ് ഒഴിച്ച് വെച്ചത്. അപ്പോൾ ജഗ്ഗിൽ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് എത്ര എസ്തറ്റിക്സ് ഒന്നും ആളൊന്നുമല്ല, ഏത് കിട്ടണം അതിനകത്തൊക്കെ ഒഴിച്ച് വെക്കും കേട്ടോ. ഒരുമാതിരി ഒരു പുളി ഒരു ചവർപ്പൊക്കെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്ന് കുടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. രാവിലെ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. നിങ്ങൾക്ക് പറ്റും മാക്സിമം അതിനകത്ത് വെള്ളം ഒഴിച്ചോട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ എടുത്താൽ മതി. ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്. ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. എടുക്കുക, അന്നേരം തന്നെ ഒരു പാത്രത്തിൽ ഒഴിക്കുക. അത് അപ്പം തന്നെ തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചീത്തയാവില്ല കേട്ടോ. ഒരു ഫുഡും ചീത്തയാവൊന്നും ആവത്തില്ല. എന്തായാലും ഞാൻ ഇതൊക്കെ ഒഴിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം കേട്ടോ. എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പിന്നെ ഒരു പിശിക്ക് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഇച്ചിരി കൂടെ വെള്ളം കോരി ഒഴിച്ചിട്ട് ബാക്കി കൂടെ എടുത്താൽ മിക്സിക്ക് ഇട്ടു കേട്ടോ. പിന്നെ പൈനാപ്പിൾ മുറിച്ചു. എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ പാത്രം കഴിക്കൊണ്ട് നിന്നതിൻ്റെ ഇടയിൽ ആ വെക്കുന്നിടത്ത് പാത്രങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ എനിക്ക് സീഡ്സ് കിട്ടി. അങ്ങനെ ഞാൻ സീഡ്സ് എടുത്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പാത്രം മുഴുവൻ തേച്ചിട്ടിട്ടുണ്ട്. അത് കഴുകിയില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ ഇടയ്ക്കായിട്ട്. എന്തായാലും സീഡ് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് പീസ് എടുത്ത് വെച്ചു. ഹെൽത്തി കുറച്ചൊന്ന് മാറ്റി വെച്ചു. ഞാൻ ഒരു ദിവസം ഒരു ചീറ്റ് മീലൊക്കെ ആവും കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും നോക്കുന്നില്ല. പിന്നെ നാളത്തേക്കുള്ള ഉലുവ വെള്ളം സീഡ്സും ഒന്ന് കുതിർത്തിട്ടു. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചില ദിവസം കുടിക്കുക. എന്തായാലും ശരി, വേറെ ദിവസം വേറെ വീഡിയോ വീണ്ടും കാണുന്നൊരു ടർബ. സി ഉമ്മ.